മോൻ അടിക്കുന്നത് കണ്ടതായിട്ട് പ്രിൻസിപ്പലിന് ഒരു പരാതിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. CCTV നോക്കാൻ പറഞ്ഞു, അതും നോക്കൂല അവർ. ഇപ്പോൾ CCTVയിൽ യാതൊരുവിധ കാര്യങ്ങളും ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ മോന് പോവാൻ മടിയാണ്, അവൻ ആഹാരം കഴിക്കത്തില്ല. സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ നെറികേട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമസ്കാരം. സ്കൂൾ അധികൃതർ മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് പുറത്തു വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസമാണ് +2 വിദ്യാർത്ഥിയായിട്ടുള്ള അഭിനന്ദ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കൊല്ലം ജില്ലയിലെ ഓടനാവട്ടം KRGPM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ അഭിനന്ദാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്കൂളിനെ കുറിച്ചും ഈ സ്കൂളിൽ കഴിഞ്ഞ ജൂൺ 19-നുണ്ടായ ചില വിഷയങ്ങളെ കുറിച്ചും രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാം. കൂടെയുള്ളത് അഭിനന്ദിന്റെ അമ്മയാണ്. അഭിനന്ദ് ഇപ്പോഴും ഒരു അപകടനില തരണം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലേ? ചെറുതായിട്ട് തരണം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സ്കൂളിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. കാരണം ജൂൺ 19 മുതൽ ഒരു കുട്ടി സ്കൂളിൽ പോകാതിരുന്നു. ഈ നാൾ ഇതുവരെയും കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചില്ല. ശരിക്കും ജൂൺ 19-ന് സ്കൂളിൽ എന്തായിരുന്നു സംഭവിച്ചത്? ചെറിയ പിള്ളേർ തങ്ങളിലെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കോ അതെന്തോ നടന്നു. അതിൻ്റെ ആ രക്ഷകർത്താവ് പരാതി കൊടുത്തത് 3 കുട്ടികളെന്നാണ്. അത് ആരാ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊന്ന് പരാതി കൊടുത്തു. അത് ഒരു 15 ദിവസത്തിൽ അങ്ങനെ വീട്ടിലായിരുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു, പ്രിൻസിപ്പൾ പറഞ്ഞു മോൻ കണ്ടതായിട്ട് ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. മോന്റെ പേര് കൂടി ഉൾപ്പെടുത്തി. മോൻ അടിക്കുന്നത് കണ്ടതായിട്ട് പ്രിൻസിപ്പലിന് ഒരു പരാതി ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഞങ്ങൾ ആ സംഭവം നടന്നവിടെ ചെല്ലുമ്പം അവർ കണ്ടിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. മോനൊന്നും പറഞ്ഞു CCTV നോക്കി, ഞാൻ ചെയ്തിട്ടില്ല. അവർ CCTV നോക്കിയില്ല. എന്നിട്ട് അന്ന് തന്നെ എല്ലാവരും റൗണ്ട് ഇട്ടിരുന്നു. മോൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഏറ്റില്ലെങ്കിൽ ഇതെല്ലാം കൂടെ നിന്റെ തലയിൽ ആരാണ് റൗണ്ട് ഇട്ടിരുന്നത്? സാറന്മാരല്ല. ഈ കാര്യങ്ങളൊക്കെ മോൻ വീട്ടിൽ വന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ ചെന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അന്നേരം അവർ ഒഴിഞ്ഞു മാറുവാണല്ല, എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു. അപ്പൊ അധ്യാപകരടക്കം ചുറ്റും ഇരുന്നുകൊണ്ടാണ് ഒരു കുട്ടിയെ ഇത്തരത്തിൽ അല്ലേ? എന്നിട്ട് അവർ പ്രത്യേകിച്ച് ഒരു കാര്യം എന്നോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, പൈസ നഷ്ടപരിഹാരം കൊടുക്കണം, ആ കൊച്ചിന് ചിലവായി എത്ര രൂപയാണെന്ന് വെച്ചാൽ കൊടുക്കണമെന്ന് എന്നോട് എപ്പോഴും. എന്തായിരുന്നു അടിപിടിയിൽ കുട്ടിക്ക് സംഭവിച്ചത്? എൻ്റെ കുറേ കുട്ടികൾ അവനെ കണ്ണിനോ മുഖത്തോ ഒക്കെ അടിച്ച് അങ്ങനെ കണ്ണും കണ്ടൊക്കെ നീര് വന്നോ എന്നാൽ പറയുന്നു. അതിന് ഒരുപാട് പൈസ ചിലവായി, അതിന് പൈസ കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുക്കത്തില്ല, അവൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൊണ്ട് കൊടുക്കട്ടെ. അന്നേരം അവൻ പറയുന്നത് ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഞങ്ങൾ CCTV നോക്കാൻ പറഞ്ഞു, അതും നോക്കൂല അവർ. ഇപ്പോൾ CCTVയിൽ യാതൊരുവിധ കാര്യങ്ങളും ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഈ സ്കൂളിലെ കുറച്ച് കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ വലിയ രീതിയുമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും സ്കൂൾ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസോ ഒന്നും ഇതുവരെയായിട്ടും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ അഭിനന്ദ് ഇപ്പോൾ ഇവിടുത്തെ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ അപകടനില ഇപ്പോൾ തരണം ചെയ്തു വരുന്നുള്ള ഒരു അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇപ്പോഴും ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ള ഇതിൽ ഈ സ്കൂളിലേക്ക് പിന്നീട് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പോവാൻ ഈ പ്രിൻസിപ്പൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ മോന് പോവാൻ മടിയാണ്, അവൻ ആഹാരം കഴിക്കത്തില്ല, അങ്ങനെ വീട്ടിനകത്തിരിക്കും, പിന്നെ ദേഷ്യപ്പെടും. അങ്ങനെയായിരുന്നു. ഞാനങ്ങനെ മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കൗൺസിലിങ്ങിലൊക്കെ എന്തായിരുന്നു? കൗൺസിലിങ്ങിനൊക്കെ പറഞ്ഞു മോനാകെ വല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതുവരെയായിട്ടും സ്കൂൾ മാനേജ്മെന്റ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇന്നലെ ഈ സംഭവം നടന്നതൊക്കെ ആരും ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇതിന് 4-5 ദിവസത്തിന് മുമ്പ് ഞാനൊന്ന് വിളിച്ചിട്ട് പോലും ടീച്ചർ ഫോൺ എടുക്കുകയോ ആരും ഒന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ നാളിതുവരെ അല്ലെങ്കിൽ ഈ സംഭവം നടന്നു ജൂൺ 19-ന് സംഭവം നടക്കുന്നു. ഇന്ന് ഇത്രയും നാളായിട്ടും സ്കൂളിൽ പോകാതിരുന്നു ആ കുട്ടി. പക്ഷെ എന്തുകൊണ്ട് സ്കൂളിലേക്ക് ചെല്ലുന്നില്ല എന്ന് അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ശ്രമിച്ച സാഹചര്യത്തിൽ ആശുപത്രിയിലായിരിക്കെ ഈ നിമിഷം വരെയും സ്കൂളിൽ നിന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുകൂടി പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഈ നെറികേട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാം. നിലവിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഒരവസ്ഥയിലാണ് ഞങ്ങൾ TC മേടിച്ചിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾ TC വാങ്ങിച്ചുകൊണ്ട് പോയി. അതൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. അവൻ കണ്ണടിച്ച് പൊട്ടിച്ച് 3 തയ്യലിട്ട് കണ്ണിൽ. ഇതൊന്നും അവൻ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി. ഇനി ആ സ്കൂളിൽ എങ്ങനെ ഞാൻ ധൈര്യമായിട്ട് വിടും? സ്കൂളിൽ പോകാനോ കഴിയുന്നില്ല. പിന്നെ അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി മോന് എങ്ങനെങ്കിലും ഒരു രീതിയിൽ ഏതായാലും അവനിനി 1 വർഷം പഠിച്ചേ പറ്റൂ. അതിനെന്തുവാന്ന് വെച്ചാൽ മുൻകൈ എടുത്ത് വേറെ ഏതെങ്കിലും സ്കൂളിലായാലും ശരി, VHSക്കാണ് അവൻ പഠിക്കുന്നത്.
നിലവിൽ എന്ത് ചെയ്യാമെന്നറിയാതെ അവന്റെ ഭാവി പോലും അരക്ഷിതാവസ്ഥയിലായി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും മാനസികമായിട്ട് മോനെ പോലെ തന്നെ വിഷമമാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോടാണ് ഇവർ പറയുന്നത്. കാരണം ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ അത്രയും തകർക്കുന്ന രീതിയിലാണ് ഒരു സ്കൂൾ മാനേജ്മെന്റ് ഇടപെട്ടിരിക്കുന്നതെന്ന് ഇവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി ഒരു സ്കൂളിലെങ്കിലും പഠിക്കണമോ അല്ലെങ്കിൽ തുടർന്ന് ഇവന്റെ വിദ്യാഭ്യാസം നടക്കണമെങ്കിലോ ഒക്കെ ഇവിടുത്തെ വലിയ ആരോടാണ് ചെന്ന് യാചിക്കേണ്ടതെന്ന് ഈ അമ്മയ്ക്ക് അറിയത്തില്ല. അവന്റെ മനോനില തരണം ചെയ്ത് വരുന്ന ആ സാഹചര്യത്തിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു സ്കൂളിലേക്ക് മാറ്റി അവന്റെ പഠനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ അമ്മ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം വിൽവൻ വിസ്മയാൻ.